ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കടായി കമ്മൽ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റിച്ച് ബോർഡിൽ ഇതുപോലെ ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പെൻസിൽ കൊണ്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാം. പെന്നൊന്നും യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പാടില്ല. സെൻട്രലായിട്ട് വരുന്ന ലൈനാണ് ഏറ്റവും വലുപ്പത്തിൽ വരച്ചിരിക്കുന്നത്. ഈ ഒരു രീതിക്ക് തന്നെ ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റിച്ച് കറക്റ്റായിട്ട് കിട്ടത്തില്ല. 6 ലെയറിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. നമ്മൾ ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുത്ത ഫസ്റ്റ് ലൈനിൻ്റെ താഴത്തെ ഭാഗത്ത് നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ത്രെഡ് വലിച്ചെടുത്തതിന് ശേഷം ഈ ലൈനിൻ്റെ എൻഡ് ഭാഗത്ത്, അതായത് മുകളിലത്തെ ഭാഗത്ത് കുത്തിയതിന് ശേഷം നമ്മൾ നീഡിൽ ഉയർത്തി കൊടുക്കുന്നത് സെക്കൻഡ് ലൈനിൻ്റെ ടോപ്പ് ഭാഗത്താണ്. ഇതുപോലെ ഉയർത്തി കൊടുക്കാം. ഇനി നീഡിൽ താഴ്ത്തി കൊടുക്കുന്നത് നമ്മുടെ സെക്കൻഡ് ലൈനിൻ്റെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്താണ്. അതിനുശേഷം തേർഡ് ലൈനിൻ്റെ താഴ്ഭാഗത്തിലൂടെ നീഡിൽ ഉയർത്തി കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് തേർഡ് ലൈനിൻ്റെ എൻഡ് ഭാഗത്ത് നിന്ന് ഏറ്റവും നമ്മുടെ മിഡിലായിട്ട് വരുന്ന ലൈനില്ലേ, അതിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് നീഡിൽ ഇതുപോലെ പാസ് ചെയ്ത് കൊടുക്കാം. നീഡിൽ നേരെ താഴ്ഭാഗത്ത് കുത്തിയിട്ട് അടുത്ത ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തന്നെ കൊണ്ടുവരിക. അതിനുശേഷം ടോപ്പ് ഭാഗത്തേക്ക് കൊണ്ടുവരിക. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് വേണ്ടത്. കടായി കമ്മൽ സ്റ്റിച്ച് നമുക്ക് 2 രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ സെൻറ്ററിൽ ഏറ്റവും വലുപ്പത്തിൽ ഒരു ലൈന് വരച്ചില്ലേ, ആ ലൈന് 2 ആക്കിയിട്ട് വരച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരേ വലുപ്പത്തിൽ 2 ലൈൻസ് വരച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്തതും ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈനിൻ്റെ ഏറ്റവും പൊക്കത്തിലേക്ക് നീഡിൽ പാസ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് വശത്തായിട്ട് നോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. നീഡിൽ മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മളിപ്പോൾ ഇത് 7 ലൈൻസ് ആണല്ലോ ഉള്ളത്. ഇതിപ്പോൾ ഒരു ലൈന് നമ്മുടെ നീഡിലിൻ്റെ താഴെയാണെങ്കിൽ അടുത്ത ലൈന് നീഡിലിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ പാസ് ചെയ്ത് കൊടുക്കാം. ഒരു ലൈന് മുകളിലാണ് വരുന്നുണ്ടെങ്കിൽ അടുത്ത ലൈന് താഴെ വേണം വരാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇടവിട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വീഡിയോ കാണുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതുപോലെ ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് തിരിച്ചിട്ടും ചെയ്യണം. അതിപ്പോൾ ലാസ്റ്റ് വരുന്ന ലൈന് മുകളിലാണല്ലോ വന്നത്, ഇനി അതിനെ താഴേക്ക് കൊണ്ടുപോവുക. അടുത്ത ലൈന് മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ തന്നെ തിരിച്ചും ചെയ്ത് കൊടുക്കാം. ഈ ഒരു മെത്തേഡ് നമ്മൾ ഇതിൻ്റെ ടോപ്പ് വരെയും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് വേണ്ടത്. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റിച്ച് ഒന്ന് ചുരുങ്ങി വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെൻസിൽ കൊണ്ട് മാത്രമേ മാർക്ക് ചെയ്യാവൂ എന്ന്. ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പെൻസിൽ മാർക്ക് മായ്ച്ചു കൊടുക്കാം. ഇതിപ്പോൾ ലാസ്റ്റ് വരുന്ന ഈ 2 ലൈൻസില്ലേ, അതിൽ നമുക്ക് ത്രെഡിന് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്കത്
മാറ്റിയിട്ട് ഇതിൻ്റെ അടുത്ത ലൈൻസിലേക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത ലൈൻസിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ആ ലൈൻസിൽ ഇനി നമ്മുടെ അറ്റത്ത് വരുന്ന 2 ലൈൻസ് നമുക്കത് ഒഴിവാക്കി വിടാം. നമ്മുടെ ഈ ഒരു ലൈൻസ് ഒരു സ്റ്റെപ്പ് പോലെയാണല്ലോ വരുന്നത്. അപ്പോൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒഴിവാക്കേണ്ട ലൈൻസൊക്കെ ഒന്ന് ഒഴിവാക്കി വിടാം. ലാസ്റ്റ് നമുക്കിനി സെൻട്രലായിട്ട് ഒറ്റ ലൈൻസ് മാത്രമേ ബാക്കി വരുള്ളൂ. ഇനി നമുക്ക് സെൻട്രലായിട്ടുള്ള ഈ ഒരൊറ്റ ലൈന് മാത്രമേ ബാക്കിയുള്ളൂ. അതിലൂടെ 2 പ്രാവശ്യം ഇങ്ങനെ ത്രെഡ് ചുറ്റിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് കടായി കമ്മൽ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നീഡിൽ താഴത്തെ വശത്ത് കൊണ്ടുപോയിട്ട് നോട്ടിട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഫ്ലവറായിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രലായിട്ട് ഞാൻ ഡബിൾ ലൈനാണ് കൊടുക്കുന്നത്. ആ ഡബിൾ ലൈന് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിളും ഡബിളും ഒക്കെ കൊടുക്കാവുന്നതാണ് സെൻറ്ററിൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.